അങ്ങനെ അമേരിക്കയും ജിഹാദ് തൂക്കി. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദന പേര് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം അവിടെ മൊത്തം ഒരു ജിഹാദി മയം. ജൂറിയും ജിഹാദി കൊണ്ടുപോയി. ഇപ്പതേ ന്യൂയോർക്കും ജിഹാദി കൊണ്ടുപോയി. പരിഹസിക്കരുത്. ഇല്ല, പരവതാനി വിരിച്ച് താലപ്പൊലി വെച്ച് സ്വീകരിക്കാൻ. കരയല്ലേ മോളെ, വെള്ളം കുടി. എവിടാടാ ഇതിന്റെ അടപ്പ? എവിടാടാ മുതലെടുക്കണേണ സജി? മോളെ വെള്ളം കുടിയടി. ഓ തുറയുന്നുമില്ല, ഉണ്ടായിരുന്നു. നീ വെള്ളം കുടിക്കാതെ ആള്. മോളെ അങ്ങനെയൊക്കെ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. ജീവിതമല്ലേ, അങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. തരണം ചെയ്യുക. എന്റെ എല്ലാ മാനവും പോയി. 2 ചെറുപഴം കഴിയും, വേഗം എല്ലാം സെറ്റാവും. എല്ലാം സെറ്റാവും. കരയല്ലേ പൊന്നെ, കരയല്ലേ പൊന്നെ. ഇത് തുറയാത്തോണ്ടാ വെള്ളം തരാത്ത. കരയല്ലേ പൊന്നെ. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും. തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്ത പ്രതി പിടിയിൽ. പ്രിൻസി വില്ലയിൽ 61 വയസ്സുള്ള മാർട്ടിൻ തങ്കച്ചനെയാണ് തുമ്പ പോലീസ് പിടികൂടിയത്. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമീ? തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പുതിയ സമരമുറകൾ ആവിഷ്കരിക്കാം.